ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ വദയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോവിന്ദം. വാൽമീകിരിസംഭൂത രാമാംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 108 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാവണൻ മാരീചനോട് കൂടിയിട്ട് ശ്രീരാമൻ താമസിക്കുന്ന ആശ്രമ പ്രദേശത്തെത്തിയതും സീതയെ മോഹിപ്പിച്ചതും സീതയുടെ ആ മോഹാവേശം കണ്ടിട്ട് രാമൻ മാനിനെ പിടിക്കാനായി പുറപ്പെടുന്നതും ലക്ഷ്മണനെ സീതയ്ക്ക് സംരക്ഷകനായി ആശ്രമത്തിൽ നിർത്തിയതും നമ്മൾ കണ്ടു. ആ മാരീചൻ ആകർഷിച്ച് രാമനെ ദൂരേക്ക് കൊണ്ടുപോയി. അതിനെ ജീവനോടെ പിടിക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ അമ്പ് ഇതിനെ കൊല്ലുകയും ചെയ്തു. മരിച്ചു വീഴുന്ന സമയത്ത് മാരീചൻ വളരെ ദയനീയമായി രാമൻ്റെ ശബ്ദത്തിൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്നൊക്കെ വിളിക്കുന്നതായിരുന്നു നമ്മൾ കേട്ടു. അതിനുശേഷം സീത ലക്ഷ്മണനോട് പറഞ്ഞ കടുത്ത വാക്കുകളും ആ വാക്കുകൾ കേട്ടിട്ട് വളരെ ദുഃഖിതനായിട്ട് യാതൊരു നിവൃത്തിയില്ലാതെ ജ്യേഷ്ഠനെ തെരഞ്ഞു പോകുന്ന ലക്ഷ്മണനെയാണ് ഒടുവിൽ കണ്ടത്. ലക്ഷ്മണൻ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഉള്ള സംഭവങ്ങളാണ് 46 സർഗം മുതൽക്ക് വർണ്ണിക്കുന്നത്. രാവണൻ സീത തനിച്ചു നിൽക്കുന്ന ആശ്രമത്തിലേക്ക് എത്തുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും ഒടുവിൽ സീത അപഹരണവുമാണ് ഇന്നത്തെ വിഷയം. അത് നമുക്ക് കവി എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു നോക്കാം. ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അഥവാ പറയുന്നയാൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ കഥകളൊക്കെ വളരെ ലോകപ്രസിദ്ധമാണ്. അപ്പോൾ സംഭവങ്ങൾ എന്തുണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടിയല്ല നമ്മളിത് കേൾക്കുന്നത്, അതെങ്ങനെ ആത്മീയ ചിത്രീകരിച്ചിരിക്കുന്നു, ഇതേ ഘട്ടങ്ങൾ മറ്റ് കവികൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ അറിയാനാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്കറിയാലോ എന്ന് കേൾക്കുന്നവർക്ക് എപ്പോഴും തോന്നും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉത്കണ്ഠയ്ക്ക് വകയില്ല. എന്താണ് പിന്നീട് ഉണ്ടായത്, നമുക്ക് ഉദ്വേഗം ഉണ്ടാക്കുന്നൊരു സംഗതി ഈ രാമായണ ഭാഗത്തില്ല. കാരണം കഥകളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ അറിഞ്ഞു വെച്ചിട്ടാണ്. പിന്നെ ഈ വാക്കുകളുണ്ട് വരുന്നത് അതിനെ കുറച്ച് വിശദമായി മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അത് നോക്കാം. ലക്ഷ്മണൻ സീതയുടെ വാക്കുകൾ കേട്ട് വർണ്ണാശ്രമത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തീരെ ഇഷ്ടമല്ലാതെയാണ് ലക്ഷ്മണൻ പോയെന്ന് നമുക്കറിയാം. കാരണം ജ്യേഷ്ഠൻ തന്നെ നിയോഗിച്ചിട്ടുള്ളത് ജ്യേഷ്ഠത്തിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവരെ ഒറ്റയ്ക്കാക്കി ആശ്രമം നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ജ്യേഷ്ഠൻ്റെ വാക്കിന് യഥാർത്ഥ വിരുദ്ധമാണ്. പല രാമായണകാരന്മാരും ചെയ്തിട്ടുള്ള പോലെ ഒരു ലക്ഷ്മണ രേഖ വരച്ചു തന്നു, ഈ രേഖയ്ക്ക് അപ്പുറത്ത് കടക്കരുതെന്ന് സീതയോട് പറഞ്ഞു എന്നുള്ളത് വാൽമീകി രാമായണത്തിൽ ഇല്ല. മറ്റ് രാമായണകാരന്മാർ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ഇതൊക്കെ ഓർമ്മിക്കുക. അതായത് 46 സർഗം നമുക്ക് നോക്കാം. തയാ പരുഷമുക്തസ്തു കുപിതോ രാഘവ അനുജ സവികാംക്ഷൻ ഭജൻ രാമം പ്രതസ്തേ നചിരാധിവ. അപ്പോൾ ഈ സീതയുടെ പരുഷമായ വാക്കുകളൊക്കെ കേട്ടിട്ട് മനസ്സില്ലാ മനസ്സോടെ രാമൻ്റെ സമീപത്തേക്ക് ലക്ഷ്മണൻ പുറപ്പെട്ടു എന്ന് പറയാൻ. അങ്ങനെ ലക്ഷ്മണൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് രാവണൻ ഒരു പരിവ്രാജകൻ അഥവാ സന്യാസിയുടെ വേഷത്തിൽ, തപസ്വിയുടെ വേഷത്തിൽ അവിടത്തേക്ക് എത്തി. അഭിചക്രാമ വൈദേഹിയും പരിവ്രാജകരും ഉപതൃക്ക് എന്നാണ് വാൽമീകിയുടെ വാക്യം. പരിവ്രാജകനായിട്ട് സന്യസിച്ച് നടക്കുന്ന ആളായിട്ട് എന്നാണ്. അവർക്ക് എന്തൊക്കെ ഉണ്ടാവും, വൽക്കലങ്ങൾ ഉണ്ടാവും, കമണ്ടലും ജലപാത്രം ഉണ്ടാവും കയ്യിൽ. സന്യാസിമാർക്കും തപസ്വികൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം വന്നത്. കാഷായ സംവീത, കാഷായ വസ്ത്രം ഉണ്ടായിരുന്നു. വാമേജാംസേ അസജ്ജാസ ശുഭേ യഷ്ടി കമണ്ടലു, ഒരു ദണ്ടുണ്ട് കയ്യിൽ. ഈ ജടാധാരിയായിരുന്നു. കമണ്ടലവും ഒക്കെ തോളിൽ വെച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ 2 സഹോദരന്മാരും രാമലക്ഷ്മണന്മാർ അവിടെ ഇല്ലാത്ത ആ തഞ്ചത്തിൽ അവിടെ വന്നു. ഈ രാവണാദി രാക്ഷസന്മാർ മായാവിദ്യയൊക്കെ ഉള്ള അവർക്ക് വേഗത്തിൽ ആരും വേഷം മാറാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ചെന്നപ്പോൾ ആ സീതയെ കണ്ടു എന്ന് പറയാൻ. ചന്ദ്രനോട് കൂടാത്ത സന്ധ്യയെപ്പോലെ
ചന്ദ്രനോട് കൂടാത്ത സന്ധ്യയെ പോലെ. സന്ധ്യാസമയത്ത് ചന്ദ്രനും കൂടി ഉണ്ടാകുമ്പോഴുള്ള ശോഭ ഇപ്പോൾ രാമൻ അവിടെ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ചന്ദ്രൻ കൂടാത്ത സന്ധ്യയെ പോലെ ഇരിക്കുന്ന ആ സീതയെ കണ്ടു. പിന്നെ 2 ശ്ലോകങ്ങളിൽ സീതയെ വർണ്ണിക്കാൻ രഹിതാം സൂര്യചന്ദ്രാഭം സന്ധ്യാമിവ മഹത്തമ താം അവശ്യൽ തതോ ബാലം രാജപുത്രീം യശസ്വിനീം രോഹിണീം ശശിനാഹീനം ഗ്രഹവശദാരുണ. ഇങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞ്, അതായത് സീതയ്ക്ക് പിന്തുണയായിട്ടോ സീതയ്ക്കുള്ള ശോഭ കൂട്ടുന്ന രാമൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ഉള്ള ആ സീതയെ നോക്കിയിരുന്നു. ആ സൗന്ദര്യാശയം കണ്ടിട്ട് അനങ്ങാതെ നിന്നുപോയി എന്നാണ് പറയുന്നത്. ഈ രാവണനാകട്ടെ, ഇത്ര ക്രൂരരാക്ഷസനായി രാവണൻ അവിടെ എത്തിയത് കണ്ടപ്പോൾ പ്രപഞ്ചം പോലും അനങ്ങാതായിപ്പോയി താൻ. ഇനി എന്തൊക്കെയാണ് ആപത്ത് ഈ മഹാഭാവിയായ രാവണൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാറ്റ് അനങ്ങാതായി. കാറ്റ് പോലും അടിക്കുന്നത് നിന്നു താൻ. ആ സമയത്ത് ചുവന്ന കണ്ണോടുകൂടി സീതയെ ആ രാവണൻ നോക്കിയിരുന്നു. എങ്ങനെയാണ് നോക്കിയിരുന്നത്? അഭവ്യനായ അവൻ ഭവ്യരൂപത്തിൽ നോക്കിയതാണ്. ഭവ്യതൊന്നും തീരില്ല ഉള്ളിലയാൾക്ക്, പക്ഷെ ഭവ്യം ഉള്ളതാണ്. കാരണം സന്യാസിൻ്റെ അടുത്താണല്ലോ വന്നത്. അതുകൊണ്ട് ഭവ്യത കാണിച്ചുകൊണ്ട് സഹസാ ഭവ്യരൂപേണ തൃണൈകോപ ഇവാവൃതാം. പുല്ലുകൊണ്ട് മൂടിയ കിണർ പോലെയാണ്. പുല്ലുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ കിണറുണ്ടെന്ന് അറിയില്ല, വലിയൊരു ഗർത്തമുണ്ടെന്ന് അറിയാതെ ആൾ അതിൽ വീഴും. അതുപോലെ ഇവൻ രൂപം കൊണ്ട് ഈ രാവണൻ സന്യാസി വേഷത്തൊക്കെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിലൊക്കെ ഈ ദുഷ്ടതയുണ്ടെന്ന് കാണിക്കാനാണ്. എങ്ങനെയാണ് ആ സീതയെ കണ്ടത്? ആ സീതയെ കണ്ടത് വർണ്ണിക്കുമ്പോൾ വാൽമീകി ചെയ്യുന്നത് രാവണന് കാമാതൃത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവളുടെ ശരീരശോഭയിലാണ് രാവണൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് വർണ്ണന. ശുഭാം രുചിരദന്തോഷ്ടിയും പൂർണ്ണചന്ദ്ര നിഭാനനം, നല്ല പല്ലുകളോട് കൂടിയോളും പൂർണ്ണചന്ദ്രൻ്റെ പോലെ വളങ്ങുന്ന മുഖത്തോടു കൂടിയോളും ആസീനാം പർണശാലായാം ബാഷ്പശോക വിപീഡിതം. പക്ഷെ തൻ്റെ സ്ഥിതി കൊണ്ട് ദുഃഖിക്കുന്നവളാണ്, കാട്ടിലാണല്ലോ കഴിയുന്നത്. അങ്ങനെയുള്ള അവളെ കണ്ടു എന്നാണ്. അങ്ങനെയൊക്കെയാണ്. പീതകൗശേ വാസിനിയും മഞ്ഞപ്പട്ടെടുത്തിട്ടുള്ള അവളാണ്. ദൃഷ്ട്വാ കാമശരാവിദ്ധോ, അതിസുന്ദരിയായ ഈ സീതയെ ബാഹ്യസൗന്ദര്യം കണ്ടപ്പോൾ തന്നെ രാവണന് കണ്ട ഉടനെ തന്നെ അദ്ദേഹം കാമാതുരനായി തീർന്നു. കാമദേവൻ്റെ അമ്പിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാമദേവന് കാമാസ്ത്രങ്ങളുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ അമ്പുകൾ എന്നൊക്കെ പ്രസിദ്ധമാണ്. അങ്ങനെ കണ്ട ആ രാക്ഷസൻ അവിടെ ചെന്നിട്ട് അവളോട് ചോദിച്ചു എന്നാണ്, താമുത്തമാന്തലോകാനം പത്മഹീനാശ്രയം വിഭ്രാജമാനം വപുഷാ രാവണ പ്രശംസഹ അപ്രവീർ എന്നിട്ട് പറഞ്ഞു. അതിമനോഹരിയായ അവളെ കണ്ടിട്ട് അവളോട് ചോദിക്കുകയാണ്, അല്ലയോ സുന്ദരി, നീ ആരാണ്? നീ യഥാർത്ഥത്തിൽ സൗന്ദര്യം കൊണ്ട് വളരെയധികം ആളുടെ വശീകരിക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളൊന്നും തന്നെ ഈ താപസ വേഷത്തിന് യോജിക്കുന്നതല്ല. മഹർഷിയുടെയോ തപസ്വിയുടെ വേഷത്തിലാണ് ചെന്നത്. പക്ഷെ പറയുന്നത് മുഴുവൻ വളരെ ലൗകികനായ കാമാർത്ഥനായ ഒരാളെ പോലെയാണ്. അവൾ ചോദിക്കുകയാണ്, അല്ലയോ സ്വർണ്ണവർണ്ണത്തോടു കൂടിയവളെ, നീ എന്താണ് ഒറ്റയ്ക്കിരിക്കുന്നത്? നീ യഥാർത്ഥത്തിൽ ഈ കാട്ടിൽ കഴിയേണ്ടവളാണെന്ന് തോന്നുന്നില്ല. നീ സൗഭാഗ്യത്തോടു കൂടിയിട്ട് കാമസുഖങ്ങളൊക്കെ അനുഭവിച്ചിരിക്കേണ്ടവളാണെന്നൊക്കെയാണ് പിന്നീട് പറയാനിരിക്കുന്നത്. പിന്നെ പറയാൻ വിശാലം ജഘനം വീരം, അവളെ ശരീരം വർണ്ണിക്കാൻ വിപുലമായ നിതംബത്തോടു കൂടിയവളും ഇടതീർന്ന സ്ഥലങ്ങളോടുകൂടിയവളും ഒക്കെ ഉള്ളതായി. നീ വിശാലേ വിമലേ നേത്രേ രക്താന്തേ കൃഷ്ണതാരകേ, ആ കണ്ണുകളുടെയും മുഖത്തിനൊക്കെ ഭംഗി വർണ്ണിച്ചിട്ട് പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കേണ്ട അവൾ ചാരുസ്മിതേ ചാരുദിതി ചാരുനേത്രേ വിലാസിനി, മനോഹരമായ കണ്ണുകളാണ്, നല്ല പല്ലുകളാണ്, നല്ല പിന്നെ വശീകരിക്കുന്നതായ പുഞ്ചിരിയാണ്. അങ്ങനെ ഏതുകൊണ്ടും ഭാവം കൊണ്ടും ശരീരത്തിൻ്റെ അവയവഘടന കൊണ്ടുമൊക്കെ നീ വളരെ സുന്ദരിയാണ്. അങ്ങനെയുള്ള നീ എന്തുകൊണ്ടാണ് ഈ കാട്ടിൽ ഇങ്ങനെ കഴിയുന്നത്? അതൊക്കെ എന്നോട് വിസ്തരിച്ച് പറയൂ എന്ന് പറയാൻ. നൈവൻ രൂപ മയാ നാരി ദൃഷ്ടപൂർവാ മഹീതലേ, അല്ലയോ സുന്ദരി, നിന്നെപ്പോലുള്ളതായ സൗന്ദര്യത്തോടു കൂടി ഒരുവളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. രൂപമഗ്രന്ഥ ലോകേഷു സൗകുമാര്യം വയസ്സമേ, നിന്റെ വയസ്സാണ് യൗവനയുക്തിയാണ്, അത്ര സൗകുമാര്യം ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇഹ വാസസ്ഥകാന്താര്, ഈ കാട്ടിൽ നീ കഴിയാൻ എന്താ കാരണം? അത് എന്നെ തന്നെ എനിക്ക് എൻ്റെ മനസ്സിന് വിഷമം തോന്നിക്കുന്നില്ല. സാ പ്രതിക്രാമ ഭദ്രന്തേനത്വം വസ്തുമിഹ അർഹസി, നീ യഥാർത്ഥത്തിൽ ഈ കാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയേണ്ടവളല്ല. എന്താ അങ്ങനെ കഴിയേണ്ടി വന്നത്? നിൻ്റെ ശരീരഘടനയും നിൻ്റെ ഭാവഭാവങ്ങളും കണ്ടാൽ നീ കൊട്ടാരത്തിലൊക്കെ സുന്ദരിയായിട്ട് സുഖമായിട്ട് കഴിയേണ്ടവളാണ്.
അങ്ങനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിൽ വളരെ വളരെ വിസ്തരിച്ച് ചോദിക്കുക, യഥാർത്ഥത്തിൽ നീ ദേവസ്ത്രീയാണോ, അല്ല മരുത്തുക്കളിൽപ്പെട്ടവളാണോ, അഥവാ രുദ്രന്മാരുടെ കൂടെ ഉള്ള ആരെങ്കിലും ആണോ, വസുക്കളുടെ ഭാര്യയാണോ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് പറയുകയും ചെയ്തു, ഇവിടെ ഇരിക്കുന്നത് കുറച്ച് വിഷമാണ്. കാരണം ഇവിടെ രാക്ഷസാനാമയം വാസകഥന്തും ഇഹാഗതാഹം, ഇത് രാക്ഷസന്മാരുടെ പ്രദേശമാണ്. അതിക്രൂരന്മാരായ രാക്ഷസന്മാരുടെ സ്ഥലത്ത് നീ ഇങ്ങനെ കഴിച്ചു കൂട്ടും. നീ എന്താണ് ഇവിടെ വന്ന് പെട്ടത്? കഥമേകാമഹാരണ്യേ, ഏകയായിട്ട് വേറെ സഹായത്തിനാരെ കാണാനില്ല, നീ ഏകയായിട്ട് ഈ രാത്രി ഇരിക്കുന്ന എന്താണ്? എന്താ കാരണം? അതിനോട് പറയൂ എന്നാണ്. അപ്പോൾ സീത പറഞ്ഞു തുടങ്ങി. അവൾ പറഞ്ഞു, അതായത് പറയാൻ മുമ്പ് സീത ആലോചിക്കുന്നുണ്ട്, ഇയാളോട് ഞാനിതിനൊക്കെ ഇതാണ് ഇയാളുടെ ചോദ്യങ്ങളൊക്കെ വളരെ ലൗകികവും തൻ്റെ ശരീരശോഭയെ അസഹതാക്കിയാണ് ചോദിക്കുന്നത്. കാമാർത്തനെ പോലെയാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വേഷവും ഈ ചോദ്യവും തമ്മിൽ യോജിച്ചു പോകുന്നതല്ല. എന്നാലും അതിഥിയെപ്പോലെ ഒരാൾ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ആതിഥ്യമര്യാദ അനുസരിച്ച് ആശ്രമവാസികളാണെങ്കിലും അതിഥിയെ പരിചരിക്കേണ്ടതുണ്ട്. സന്യാസി വേഷത്തിലുള്ള ഇയാളെ ഞാൻ നിന്ദിക്കുന്നത് ശരിയല്ല, ചോദിച്ചാൽ ഉത്തരം പറയണമല്ലോ, അതാണല്ലോ സജ്ജന മര്യാദ. അത് വിചാരിച്ചിട്ടാണ് സീത ഉത്തരം പറയുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞില്ലെങ്കിൽ വിഷമാണ്, അയാൾ അനാദരിച്ചു എന്ന് വരും. കാരണം ഇയാളുടെ ഉള്ളിലുള്ള ഭാവങ്ങളൊന്നും സീതയ്ക്ക് തൽക്കാലം മനസ്സിലായില്ല. അതുകൊണ്ട് കാഷായാവസ്ഥ ധരിച്ച് വന്നവനാണ്, അതൊക്കെ വിചാരിച്ചിട്ട് അവളിങ്ങനെ സ്വാഗതമായിട്ട് പറഞ്ഞു എന്നാണ്. അശക്യമുദ്ദിഷ്ടമുപായ ദർശനാൽ യമന്തയൻ ബ്രാഹ്മണവല്യ തഥാഗതം, ബ്രാഹ്മണനെ പോലെ വന്നയാളാണല്ലോ. എന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാം, ഈ പുല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരുതരം പീഠങ്ങളൊക്കെ ഉണ്ടാവും ആശ്രമത്തിൽ, അവിടെ ഇരിക്കാം എന്ന് പറയാം. അല്ല ബ്രസി എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു വിരിപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതിലിരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും, അദ്ദേഹം വനത്തിലേക്ക് പോയിരിക്കുകയാണ്, വനത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ളതായ പഴങ്ങളും കായകളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയുകയും ചെയ്തു. നമ്മളിവിടെ ഇരിക്കുമെന്ന് പറയാല്ല. യം ബ്രസീ ബ്രാഹ്മണകാമസ്യതാമിതഞ്ച വാദ്യംഗിത പ്രതിഗൃഹ്യതാമിതി, കാലയിടാനുള്ള വെള്ളം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അർഘ്യവാദ്യങ്ങളൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞു, പ്രസഹ്യതസ്യാഹരണേ ദൃഢമ്മന സമർപ്പയാമാസ അഥായ രാവണം. പക്ഷെ രാവണനാണ് അന്നേരമൊക്കെ എന്താ വിചാരിക്കുന്നത്, ഇവിടെ അപഹരിക്കണം എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് പുറപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സീതയെ അപഹരിക്കുന്നത് രാവണൻ്റെ തന്നെ നാശത്തിന് ഹേതുവായി തീരുമെന്ന് വാൽമീകി അവിടെ തന്നെ പറയാൻ. സമർപ്പയാമാസ വധായ രാവണ, രാവണൻ്റെ വധത്തിൽ അവസാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സീതാപഹരണം. അതിനാണ് ആ രാവണൻ മുതിർന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം സീത വീണ്ടും എന്ത് ചെയ്തു, ഇയാളുടെ ദുഷ്ടമായ ഉദ്ദേശങ്ങളൊന്നും വേണ്ടത്ര മനസ്സിലാക്കാതെ ഇയാളുടെ ചോദ്യത്തിൽ അപാകതയുണ്ടെന്നൊക്കെ സീതയ്ക്ക് മനസ്സിലായി. എന്നാൽ അവൾ നീ ആരാണ്, എന്താ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചല്ലോ, അതിന് ഉത്തരമായിട്ട് പറയാൻ. അപ്പോൾ വീണ്ടും വാൽമീകി പറയുന്നുണ്ട്, ബ്രാഹ്മണസ്ഥ അതിഥിഷ്ഠൈവ അനുരക്തോഹി ശവേതമം, ബ്രാഹ്മണനായ സന്യാസിയായ ഇവിടത്തേക്ക് അതിഥിയായി വന്നിട്ട് ഇദ്ദേഹത്തോടെ ഞാൻ അനാദരിക്കുകയോ വേണ്ടതുപോലെ ഉത്തരം പറയുകയോ ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം ശപിച്ചേക്കാം എന്നൊക്കെ സീത വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് സീത ഉത്തരം പറയുന്നത് അർത്ഥം. അപ്പോൾ അവൾ പറഞ്ഞു, ദുഹിത, നീ ആരാന്ന് ചോദിച്ചല്ലോ, അതിന് പറയാണ്, ദുഹിത ജനകസ്യ, ഞാൻ ജനകരാജാവിൻ്റെ മകളാണ്, സാക്ഷാൽ ദശരഥൻ്റെ പുത്രഭാര്യയാണ്, രാമനാണ് എൻ്റെ ഭർത്താവ്, ഞങ്ങൾ പ്രത്യേക കാരണങ്ങളാണ് കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്, അതൊന്നും ഇപ്പം നമ്മൾ വിസ്തരിക്കേണ്ടില്ല, നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. രാമൻ അഭിഷേകം നിശ്ചയിച്ചതും അഭിഷേകം മുടക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയായ കൈകേയി ശ്രമിച്ചതും ആ കൈകേയി തന്നെ ഭർത്താവിൻ്റെ അച്ഛനായ ദശരഥനെ ഒരു സത്യത്തിൽ കുടുക്കിയിടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കാട്ടിലേക്ക് വരേണ്ടതെന്ന് പറയാൻ. അഷ്ടാദശ വർഷമാണ് ഈ മാമജന്മനി കന്യതേത് കൂട്ടത്തിൽ പറഞ്ഞ് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഇക്ഷ്വാകുക്കളുടെ അഥവാ രഘുവംശക്കാരുടെ രാജധാനിയായ അയോധ്യയിൽ 12 വർഷം സുഖമായി പാർത്തു. ആ സമയത്താണ് ഈ വനവാസം വേണ്ടി വന്ന് അങ്ങനെ വന്നിരിക്കുകയാണ്. ഭർത്താവ് ഇപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചില ഇതൊക്കെ സീത കുറച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വിവാഹം കഴിയുന്ന സമയത്ത് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയുള്ള പോലെയാണ് പറയുന്നത്. 14 കൊല്ലത്തിലേക്കാണ് ഞങ്ങൾ കാട്ടിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഞാൻ 12 കൊല്ലം അവിടെ താമസിച്ചു എന്ന് പറയാം, എനിക്കിപ്പോൾ 18 വയസ്സാണ് സീത പറയുന്നുണ്ട്. ആ പ്രായം പറയുന്നതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രാമായണത്തിലെ നേരത്തെ പറഞ്ഞതായിട്ട് കുറച്ച് യോജിച്ചു പോകുന്ന രീതിയിലല്ല ഉള്ളത്.
അയോധ്യാകാന്ഡത്തിൽ 20-ാം സർഗത്തിൽ കൗസല്യ പറയുന്നുണ്ട് രാമന് 17 വയസ്സാന്ന് പറയുന്നുണ്ട്. ആ കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ രാമൻ ഇപ്പം 30 വയസ്സൊക്കെ ആയിരിക്കണം. പക്ഷേ സീത ഇവിടെ പറയുന്നത് 25 വയസ്സ് രാമനും തനിക്ക് 18 വയസ്സുകൊണ്ട് 12 കൊല്ലം അയോധ്യയിൽ കഴിയുകയും ചെയ്തു. അപ്പോൾ 6 വയസ്സിലാണ് സീത വിവാഹം നടന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് വിചാരിക്കാം 12, 6, 18. പക്ഷേ അത് ശരിയാവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വനവാസം തുടങ്ങിയിട്ട് 10 കൊല്ലത്തിലധികം കഴിഞ്ഞു. നേരത്തെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാവും. പഞ്ചവടിയൊക്കെ നടക്കുന്ന കാലത്ത് അവർക്ക് പിന്നെ ഇത്രയധികം വയസ്സുണ്ട്. നേരത്തെ 10 വർഷത്തോളം പല ആശ്രമങ്ങളിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില അവ്യക്തതകളോ അനൗചിത്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ചിലർ പറയുന്നത് ഈ വയസ്സിനെ പറ്റിയുള്ള സീതയുടെ വാക്കുകളൊക്കെ പിന്നീട് പ്രക്ഷിപ്തമായി വന്നതാണെന്നാണ് ചിലർ പറയുന്നത്. അതൊന്നും കഥയുടെ പ്രധാന വിഷയത്തെ ബാധിക്കുന്നില്ല. ഏതായാലും ഇതൊക്കെ പറഞ്ഞു എൻ്റെ തസ്യഭ്രാതാത് വൈ മാത്രോ ലക്ഷ്മണോ നാമ വീര്യവാൻ. അപ്പം നീ എന്താണ് ഏകയായിരിക്കുന്നതാണല്ലോ രാവണൻ ചോദിച്ചത്. അതുകൊണ്ട് പറഞ്ഞു ഭർത്താവ് പോയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ അനുജനായ ആ ലക്ഷ്മണൻ വീര്യവാനായിരിക്കുന്ന അദ്ദേഹമുണ്ട്. അയാൾ സഭ്രാത ലക്ഷ്മണോ നാമ ബ്രഹ്മചാരി ദൃഢംവ്രത. ഈ വാക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ ലക്ഷ്മണനോട് നേരിട്ട് പറയുമ്പോൾ നീ ദുഷ്ടനാണ്, നീ എന്നെ കാമിച്ചു വന്നവനാണ്, നീ ഭരതൻ്റെ ചാരനാണെന്നൊക്കെ വളരെ പരുഷമായ വാക്കൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ ഇപ്പോൾ രാവണനോട് പറയുമ്പോൾ ലക്ഷ്മണൻ്റെ എല്ലാ ഗുണങ്ങളും സീത എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സീതയ്ക്ക് ഒന്നും ബോധ്യമില്ലാത്തതുകൊണ്ടല്ല. ആ സമയത്ത് ലക്ഷ്മണൻ എങ്ങനെയെങ്കിലും തൻ്റെ അഭിപ്രായപ്രകാരം പുറത്തേക്ക് അനുജന് തൻ്റെ ഭർത്താവിന് എന്തോ അപകടം പറ്റിയെന്ന് ദൃഢമായി വിശ്വസിച്ചിട്ടാണ് സീത ഈ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണനെ ആശ്രമം ഒന്ന് പുറത്തിറക്കിച്ചത്. അതിന് ലക്ഷ്മണൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ആ ബ്രഹ്മചര്യ ദൃഢനിഷ്ഠയെക്കുറിച്ചൊക്കെ സീതയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്ന് ഈ വാക്കുകൊണ്ടറിയാം. ഇവിടെ പറയുന്നതാണ് സഭ്രാതാ ലക്ഷ്മണോ നാമ ബ്രഹ്മചാരി ദൃഢംവ്രത എന്നൊക്കെയാണ് പറഞ്ഞത്. അത് എന്ത് ചെയ്തിരിക്കുന്നു? അന്വഗച്ഛന്തനുഷ്പാണി പ്രപജന്തം മയാ സഹ എടീ താപസരൂപേണ മയാ സഹ സഹ അനുജ. അനുജനായ ലക്ഷ്മൺ ഞങ്ങളുടെ കൂടെ ജടാവൽക്കരണങ്ങളൊക്കെ ധരിച്ച് വരികയാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വരികയാണ്. അവരിപ്പോൾ രണ്ടുപേരും ഇപ്പോൾ വരുമെന്ന് പറയാന്നുണ്ട്. ആഗമിഷ്യതി മീ ഭർത്താവ് വന്യമാതായ പുഷ്കരം. കാട്ടിൽ നിന്ന് ഫലപുഷ്പങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഭർത്താവ് വരും, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ എന്ന് രാവണനോട് പറയാൻ. ഇടയ്ക്കിടയ്ക്ക് അവൾ പുറത്തേക്ക് വനത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഭർത്താവ് അനുജനോ വരുന്നുണ്ടോ എന്ന് ഉത്കണ്ഠയോട് നോക്കുന്നുണ്ട് എന്ന് വാൽമീകി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാവണൻ തൻ്റെ ശരായ സ്വരൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് നിന്നെ കണ്ടിട്ട് ആപ്പാടെ കാമാകുലാണ് എന്നൊക്കെ പറയാൻ. യഥാർത്ഥം ഞാൻ നീ വിചാരിക്കുന്നവരെ ഒരു ബ്രാഹ്മണനോ തപസ്യല്ല എന്നർത്ഥം. ഏവം ബ്രുവന്ത്യാം സീതായാം രാമപത്ന്യാം മഹാബല പ്രത്യുവാചോത്തരം തീവ്രം രാവണോ രാക്ഷസാധിപ. രാക്ഷസാധിപനായ രാവൺ തീവ്രമായ വാക്കുകൾ പറഞ്ഞു. അവിടെ പിന്നെ വേഷം പെട്ടെന്ന് മാറ്റിയില്ലെങ്കിലും പറഞ്ഞൊക്കെ എന്താണ്, ഞാൻ രാവണനാണ്. ഹംസ രാവണോ നാമ സീതേ രാക്ഷോഗണേശ്വര. രാക്ഷസന്മാർക്ക് അധിപനായിരിക്കുന്ന ആ രാവണനാണ്. എനിക്ക് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് ആപ്പാടെ പരിഭവം കാമം വർദ്ധിച്ചു. രതിം സ്വകേഷു ധാരേഷു. നിന്നെ കണ്ടതോടുകൂടിയിട്ട് എനിക്ക് ധാരാളം ഭാര്യമാരൊക്കെ അവിടെ ഉണ്ട്, ലങ്കയിലുണ്ട്. പക്ഷേ അവരോടുള്ളതായ രതി, അവരോടുള്ളതായ താല്പര്യം മുഴുവൻ എനിക്കില്ലാണ്ടായിരുന്നാണ്. കാരണം നീ അത്രയധികം സുന്ദരിയാണ്. അവരൊക്കെ കവച്ചു വെക്കുന്നതായ സൗന്ദര്യം നിനക്കുള്ളത് കൊണ്ട് എനിക്ക് സ്വന്തം ഭാര്യയിലുള്ളതായ കാമം പോലും ഇപ്പം ഇല്ല, രതിഭാവം ഇല്ല. അവിടെ എനിക്ക് നിന്നെ ഗ്രഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സർവാസാമേവ ഭദ്രന്തേ മഹാഗ്ര മഹിഷീഭവ. അവിടെ നീ എന്ത് ചെയ്യൂ, എൻ്റെ ഭാര്യ നീ സ്വീകരിക്കൂ. എൻ്റെ മറ്റ് ഭാര്യമാരിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നവളായി ഒന്നാമത്തവളായി നീ തീരൂ. എനിക്ക് ലങ്ക എന്ന് പറയുന്നതായ ഗംഭീരമായ പുരിയുണ്ട്, സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ്. ഞാൻ കേമനായിരിക്കുന്ന കുബേരൻ എന്നറിയപ്പെടുന്നതായ വൈശ്രവണൻ്റെ അനുജനാണ്. അമ്മ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ അർത്ഥം. ആ കുബേരനെ പോലും തോൽപ്പിച്ചിട്ട് ഇതൊക്കെ പിടിച്ചെടുക്കിയ ആളാണ് ഞാൻ. പഞ്ചദാസ സഹസ്രാണി സർവാഭരണഭൂഷിതാ സീതയെ പരിചരിഷ്യന്തി ഭാര്യ ഭവസി മേ യതി. നീ എൻ്റെ ഭാര്യയായി തീരുകയാണെങ്കിൽ 5000 സ്വർണഭൂഷിതകളായിരിക്കുന്ന ദാസിമാർ തന്നെ നിന്നെ പരിചരിക്കുന്നതാണ്. ദാസിമാർ തന്നെ സ്വർണ്ണാഭരണഭൂഷിതകളായിട്ടിരിക്കണമെങ്കിൽ യജമാനായിരിക്കുന്ന രാവണൻ്റെ ധനസമ്പത്ത് ഐശ്വര്യമൊന്നും പറയേണ്ടതില്ലല്ലോ. അത് പറയാൻ വേണ്ടി പറയുകയാണെന്നുകൊണ്ട് അവരൊക്കെ നിനക്ക് എന്ത് ചെയ്യും, പാദസേവ തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഭാര്യയായിരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സീതാപ്പാടെ പരിഭ്രമിക്കുകയും ചെയ്തെങ്കിൽ അവൾ നന്നായിട്ട് മറുപടി പറഞ്ഞു. പ്രത്യുവാദ അനവദ്യാങ്കി തം അനാദൃത്യ രാക്ഷസം. ആ രാക്ഷസൻ്റെ വാക്കുകളെ ലവലേശം കൈക്കൊള്ളാതെ
ആ സീത പറഞ്ഞു, അല്ല രാവണ, ഈ വാക്കുകൾ ശരിയല്ല. ഞാൻ യഥാർത്ഥത്തിൽ മഹാസമുദ്രം പോലെ അക്ഷോഭ്യനായിരിക്കുന്ന ആ രാവണൻ്റെ പത്നിയാണ്. നിനക്കെന്നെ പ്രാപിക്കാൻ സാധിക്കില്ല. സർവലക്ഷണ സമ്പന്നൻ ന്യഗ്രോധപരിമണ്ഡലം സത്യസന്ധം മഹാഭാഗം അഹൻ രാമമനുവ്രത. മഹാഭാഗനായിരിക്കുന്ന, സത്യസന്ധനായിരിക്കുന്ന, സർവലക്ഷണ സമ്പന്നനായിരിക്കുന്ന ആ രാമനെ എപ്പോഴും അനുഗമിക്കുന്നവളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ നിനക്ക് പ്രാപ്തിയായിരിക്കുന്നവളല്ല. അതുകൊണ്ട് നിൻ്റെ ഈ ആഗ്രഹമൊക്കെ അന്യായമാണ്, അസ്ഥാനസ്ഥമാണ്. യഥാർത്ഥത്തിൽ ഒരു ജമ്പുക കുറുക്കൻ പെൺസിംഹത്തെ ആഗ്രഹിക്കുന്ന പോലെയാണ്. കാരണം സിംഹവും കുറുക്കനും നോക്കില്ല, അതുപോലെ ഞാൻ സിംഹമാണെന്ന് അർത്ഥം. അപ്പോൾ കുറുക്കൻ്റെ ശൃഗാലബുദ്ധിയായ നീ എന്നെ പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നത് നിൻ്റെ തന്നെ നാശത്തിനാണ്. സൂര്യൻ്റെ പ്രഭയെ ഒരാൾക്കും പിടിക്കാൻ കഴിയില്ല. അത് അനുഭവിക്കാമെന്നല്ല, സൂര്യൻ്റെ പ്രഭയെ പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല. നീ യഥാർത്ഥത്തിൽ കാളകൂടം വിഷം കുടിച്ചിട്ട് മരിക്കാതിരിക്കുന്നവനെ പോലെ ആയിത്തീരാണ്. കാളകൂടം വിഷം വിത്വാ സ്വസ്തി മൻഗന്ധു മിഞ്ചസി. എന്നെ കൈവശപ്പെടുത്തിക്കളയാന്നുള്ള വിചാരം കാളകൂടം കുടിച്ചതിന് ശേഷം സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. ആ കാളകൂടം ഭക്ഷിച്ച ആൾക്ക് പിന്നീട് ആയുസ് ഉണ്ടാവില്ല. അതുപോലെ നിൻ്റെ ആയുസ് അടുത്തിരിക്കുന്നു പറയാൻ. അക്ഷീസൂച്ച പ്രവചസി ജിഹ്വയാലേഠിതക്ഷുരം. അതുകൊണ്ട് കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം നക്കുന്നത് പോലെ അപകടമെന്നറിയാലോ. അതേപോലെയൊക്കെയാണ് നീ ചെയ്യുന്നത്. അതുപോലെ ക്ഷുദ്ര വിഷമുള്ള, വളരെയധികം വിഷമുള്ളതായ സർപ്പത്തിൻ്റെ വായിലെ പല്ലഴിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് നീ ചെയ്യുന്നത്. എന്നെ സ്പർശിക്കുകയും എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിൻ്റെ നാശമായിരിക്കും ഫലം എന്ന് പറയാൻ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുമോ? സിംഹവും കുറുക്കനും തമ്മിൽ നല്ല സാമ്യമുണ്ടോ? അത് കൈത്തോടും സമുദ്രവും തമ്മിലും അല്ല. കൈത്തോട് വളരെ ഇടുങ്ങിയതും തെളിവുള്ളതൊക്കെ ആയിരിക്കും. സമുദ്രമായിട്ട് എത്ര അഗാധവും വിശാലവും ഭാരാഭാരവുമാണ്. അതുപോലെ നീയും ഞാനും തമ്മിൽ ഒക്കുന്നല്ല. അതുകൊണ്ട് നിൻ്റെ മോഹം അസ്ഥാനത്തും അധാർമികമാണ്. രണ്ടുനാല് ശ്ലോകങ്ങൾ ഒരേപോലത്തെ പദഘടന ഒരേപോലത്തെ ശ്ലോകങ്ങൾ അവിടെ കാണാം. യദന്തരം കാഞ്ചന സീസലോഹയോ യദന്തരം ചന്ദനവാരി പങ്കയോ യദന്തരം ഹസ്തി വിളാലയോർവനെ തദന്തരം ദാശരഥേ തവൈവജാം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിലുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്? കാഞ്ചനം, സ്വർണവും ഈയവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്വർണവും ഈയവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ അതേപോലെ നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സ്വർണ്ണമാണെങ്കിൽ നീ വെറും ഈയമാണെന്ന് അർത്ഥം. ചന്ദന നീരും പുളിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. ആനയും പൂച്ചയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ ആനയാണ്, നീ പൂച്ചയാണെന്ന് പറയാൻ. യദന്തരം വായസവൈനതയോ. അതേപോലെ കാക്കയും ഗരുഡനും തമ്മിലുള്ള വ്യത്യാസം. നീ ഒരു കാക്കയാണ്, ഞാൻ ഗരുഡനാണെന്ന് ഭാവം. അതേപോലെ വ്യത്യാസമുണ്ട്. മയിലിനും നീർക്കാക്കയ്ക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. അതുകൊണ്ട് നിൻ്റെ മോഹ അസ്ഥാനസ്ഥമാണ്. ഇത് ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞു. ത്യജം യഥാ മക്ഷികയാവകീർണം. അതുകൊണ്ട് നിൻ്റെ ഈ മോഹം ത്യജിക്കുകയാണ് നല്ലത്. നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ജീവൻ ഉണ്ടാവുക, ആയുസ് ഉണ്ടാവില്ല എന്നാണ്. നെയ്യ് ദഹിക്കില്ല ഈച്ചയ്ക്ക് എന്ന് കവികളുടെ സങ്കല്പമാണ്. അതുകൊണ്ട് പറയാണ് ആദ്യം യഥാ മക്ഷികയാവകീർണം. ഈച്ച നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈച്ചയ്ക്ക് ആയുസ് നിലനിൽക്കില്ല. അതേപോലെ നീ എൻ്റെ ഉള്ള മോഹം കൊണ്ട് എന്നെ ഭാവിക്കാനും അതിനുള്ള ശ്രമം കൊണ്ട് നീ നശിച്ചു പോകും എന്നിങ്ങനെ പറഞ്ഞിട്ട്, പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ശരീരമൊക്കെ വിറച്ചു. കാരണം സ്ത്രീ സഹജമായിരിക്കുന്ന ഭയം കൊണ്ട് അവളുടെ ശരീരമൊക്കെ വിറച്ചു എന്നാണ് കവി പറയുന്നത്. ഇതീവ തദ്വാക്യാദിഷ്ടഭാവാസുദിഷ്ടമുക്താരജനീജനന്തം. ആ രാഷ്ട്രനായ രാവണോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വാദോദ്ധാസ കദളി ഇവ തന്മീ. കദളി വാഴ പോലെ അവൾ വിറച്ചു എന്നാണ്. കാറ്റത്ത് അടിക്കളിക്കുന്ന കദളി വാഴ പോലെ വിറച്ചു. രാവണനാകട്ടെ ആ വറവുകൊണ്ട് നിൽക്കുന്ന സീതയെ നോക്കിയിട്ട് പിന്നെയും തന്നെ ഐശ്വര്യാതിശയങ്ങളും തൻ്റെ കേമത്വങ്ങളും തൻ്റെ ഭൗതികമായിരിക്കുന്ന സമ്പത്തിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. എന്താ പറയുക? കുലംബലം നാമജകർമ്മജാത്മന സമാജരക്ഷയെ. ഭയകാരണാർത്ഥം ആ സീതയെ ഭയപ്പെടുത്താതെ കോണവും പ്രലോഭിപ്പിക്കാതെ കോണവും തനിക്ക് ഇത്ര ബലമുണ്ടാവുകൊണ്ട് എന്നോട് എൻ്റെ ആജ്ഞയെ, എൻ്റെ അഭിലാഷത്തെ സാധിപ്പിക്കുകയാണ് നല്ലത് ദ്യോതിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഇനിയുള്ള വാക്കൊക്കെ. അതാണ് 48ാമത്തെ സർഗം മുഴുവനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? യസ്യ ദേവാസ ഗന്ധർവാഭിചാരോരകരക്ഷതാം. സീത, നീയൊക്കെ എന്നെ അറിയാത്തതുകൊണ്ടാണ് വിജാതിക്കളും ഉരകങ്ങളും സർപ്പങ്ങളും രക്ഷസന്മാരും ദേവന്മാർ പോലും എൻ്റെ കീഴിലാണ്. സൂര്യേന്ദ്രന്മാർ പോലും എന്നെ ഭയന്നിട്ടാണ് സഞ്ചരിക്കുന്നത്. കാറ്റ് പോലും ഞാനുള്ളതിൽ അമിതമായി അടിക്കാറില്ല എന്നെ ഭയന്നിട്ട്. കേമായിട്ട് പറയാണ്. ഞാൻ കൈലാസം തന്നെ പർവ്വതം തന്നെ പണ്ട്
പൊക്കിയെടുത്ത് അമ്മാനാടിയവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മമചാരേ സമുദ്രസ്യ ലങ്ക നാമപുരീശുഭ. പിന്നെ തൻ്റെ ലങ്കയെക്കുറിച്ചും പറഞ്ഞു. എനിക്ക് ലങ്ക എന്ന് പേരോടുകൂടിയതായ പുരി എൻ്റെ സ്വന്തമാണ്. ഹസ്ത്യശ്വരഥ സമ്പാദോ തൂര്യനാഥ വിനാദിത. ആനയും കുതിരയും രഥവും ഒക്കെ ഉള്ളവനാണ് ഞാൻ എന്ന് പറയാൻ. എല്ലാ തരത്തിലുള്ള ലൗകിക സമൃദ്ധിയും എനിക്കുണ്ട്. രാമനാകട്ടെ കാട്ടിൽ അഭയാർത്ഥിയെ പോലെ കണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വതേ കാമഭോഗങ്ങളിൽ ആവേശമുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ പ്രദീപ്തമാക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് അനാഥനായിട്ട് ക്ഷുദ്രനായി നടക്കുന്ന ഈ രാമനെ ഉപേക്ഷിച്ചിട്ട് എന്നോട് ചേർന്നോളൂ, ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും തരാൻ പ്രാപ്തനായിരിക്കുന്ന ആളാണ്. തേനതയും ഭ്രഷ്ടരാജ്യേന രാമേണ ഗതചേതസ. ഒന്നിനും കൊള്ളാത്തവനായ രാജ്യത്തിന് പുറത്താക്കപ്പെട്ടവനായി രാമനെ കൊണ്ട് എന്ത് കാര്യം എന്നാണ് രാവണൻ പറയുന്നത്. അങ്കുല്യാസ നമോ രാമോ മമ യുദ്ധേ സമാനുഷ. രാമൻ വന്ന് എന്നെ രക്ഷിക്കുന്നു വിചാരിക്കണ്ട. എൻ്റെ ചെറുവിരൽ നോക്കുന്നവനല്ല ആ രാമൻ. അയാൾക്ക് ആയുധങ്ങളോ ഇതുപോലെ ആനകുതിരാദികളൊന്നും ഇല്ലല്ലോ. അപ്പം നീ എന്ത് ചെയ്യാൻ പോകുന്നത്? കൊണ്ട് ഏവമുക്ത അത് വൈദേഹി ക്രുദ്ധാസംരക്തലോചന. പക്ഷെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നതായ വാക്കൊന്ന് കേട്ടിട്ടും ആ സീത വഴങ്ങിയില്ലാതെ അവൾക്ക് ദേഷ്യം വന്നു. അവള് തുടുത്ത കണ്ണുകളോടുകൂടി, ചുവന്ന കണ്ണുകളോടുകൂടി പറഞ്ഞു, കഥം വൈശ്രവണം ദേവം സർവദേവ നമസ്കൃതം പ്രാതരം വ്യപദിശ്യത്വം അശുഭം കർത്തും ഇച്ഛസി. അല്ലെ രാവണ, നീ ആ വൈശ്രവണൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആ വൈശ്രവണനെ പോലെ മാന്യനായിരിക്കുന്ന ദേവഗണത്തിൽപ്പെട്ടവനായ ഒരാളുടെ സഹോദരനായ നീ അശുഭമായിരിക്കുന്ന, അന്യായമായിരിക്കുന്ന, അധർമ്മമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പുറപ്പെടുന്നത്. നീ ഇങ്ങനെ ദുഷ്ടനായി തീർന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നെ നിനക്ക് ഭാവിക്കാൻ സാധ്യമല്ല. ഇന്ദ്രനൊക്കെ അപഹരിക്കാൻ ജീവിച്ചു എന്ന് വരാം. പക്ഷെ രാമൻ്റെ ഭാര്യ എന്നെ അപഹരിക്കാൻ ശ്രമിച്ചാൽ നീ വളരെ കാലം ഉണ്ടാവില്ല. നിനക്ക് അമൃതപാനം ചെയ്തവനാണ്, നീ അമൃത് കഴിച്ചവനാണെങ്കിൽ പോലും നീ വളരെ കാലം ജീവിച്ചില്ല എന്നാണ് പറഞ്ഞത്. പീത്വാമൃതസ്യാഭിതവാസ്തിമോക്ഷ. നിനക്ക് രക്ഷ ഉണ്ടാവില്ല എന്നർത്ഥം. എന്നെ അവിടെ ആക്രമണം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ നീ അമൃത് കഴിച്ചവനാണെങ്കിൽ പോലും അത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആണെങ്കിലും ആ വാക്യകോവിദനായ അവൻ വീണ്ടും പറഞ്ഞു, അല്ലയോ ഗർഭിഷ്ഠയായ സീതയെ, നീ എൻ്റെ പരാക്രമങ്ങൾ അറിയാത്തവനാണെന്ന് പറഞ്ഞിട്ട് ബലാത്കാരേണ അപഹരിക്കാൻ. എങ്ങനെയാണ് അപഹരിച്ചത്? അവളെ തലമുടിക്കും തുടയ്ക്കും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തിട്ട് തൻ്റെ ഒക്കത്തിരുത്തുക രാവണൻ ചെയ്തത്. എന്നിട്ടാണ് തേര്, അപ്പോഴേക്കും ആ തേര് അവിടെ പ്രത്യക്ഷമായി. മായാവികളാണല്ലോ, അവർ വിചാരിക്കുന്ന സമയത്ത് ആ തേര് വന്നു. ആ തേരിൽ കയറ്റിയിട്ട് സീതയെ കൊണ്ടുപോവാണ്. സീതയെ സ്പർശിക്കുകയും ചെയ്തില്ല. ആശ്രമത്തോട് കൂടിയിട്ട് കോരിയെടുത്ത് രഥത്തിൽ വെച്ചു എന്നൊക്കെ തന്നെ രാമായണകാരന്മാർ പറയുന്നില്ല. അതൊക്കെ അവർ സീതയെ രാവണനെ സ്പർശിച്ചു നോക്കിയാൽ സീതയ്ക്ക് എന്തോ മോശമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ കയ്യൂക്കുള്ളവൻ അത്ര ബലമില്ലാത്തൊരു സ്ത്രീയോട് അക്രമം പ്രവർത്തിച്ചാൽ സ്ത്രീക്ക് അതിൽ ദോഷമൊന്നുമില്ല. വാസ്തവത്തിൽ അയാളുടെ ദുഷ്ടത കൊണ്ട് അയാൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സീതയെ സ്പർശിച്ചിട്ടേ ഇല്ല രാവണന് വരുത്താനാണ് പിന്നീടുള്ള രാമായണകാരന്മാർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ വാൽമീകി വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? ജഗ്രാഹ രാവണ സീതം മുതക്കേ രോഹിണി വിവാ. ഇങ്ങനെയാണ് വാമേന സീത പത്മാക്ഷിം മൂർധജേഷു കരേണ സ ഓർവോസ്തു ദക്ഷിണേന ഇവ പരിജഗ്രാഹ പാണിന. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്തത്? അദ്ദേഹം ഇടത്ത് കൈ കൊണ്ട് ഇടം കൈ കൊണ്ട് ആ സീതയുടെ മുടിയിലും പിടിച്ചു, വലം കൈ കൊണ്ട് തുടമേലും പിടിച്ചു, എന്നിട്ട് പൊക്കി പിടിച്ചു. അത് പിടിക്കാൻ പറ്റില്ല. രണ്ട് കൈ കൊണ്ട് രണ്ട് ഭാഗം, ഒരു ഭാഗം തലയുടെ ഭാഗവും പിടിച്ചു, മറ്റത് കാലിൻ്റെ ഭാഗം തുടകളെയും പിടിച്ചിട്ട് ആകാശത്തേക്ക് വരിക ചെയ്തത്. പർവ്വതശൃംഗം പോലുള്ള ഈ രാവണ ആകാശത്തേക്ക് വന്നു. അപ്പോഴേക്ക് ആ വിമാനവും രഥമൊക്കെ ഒന്ന് തന്നെ, രഥം തന്നെ വിമാനമായിട്ടും കൂടി പ്രവർത്തിക്കാൻ അത് പ്രത്യക്ഷമായി. അങ്കേനതായ വൈദേഹിം രഥമാരോപയൽജല എന്നാണ്. തൻ്റെ എടുത്ത് വെച്ചിട്ട് സീതയെ തൻ്റെ ഒക്കത്തിരുത്തിയിട്ട് ആ രഥത്തിലേക്ക് കയറ്റി വെച്ചു എന്ന്. അവൾ നിരന്തരമായി ഹാ ലക്ഷ്മണ മഹാബാഹോ ഗുരുചിത്ത പ്രസാദക ഹ്രിയമാണെന്ന ജാനീഷേ രാക്ഷസാകാമരൂപിണ ജീവിതം സുഖമർത്ഥം ജാതർമ്മഹേതോ പരിത്യജൻ ഹ്രിയമാണമേണമാഞ്ചാകമനവശ്യസീ. ദീർഘമായി നിലവിളിച്ചുതാ ആ ലക്ഷ്മണ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതായി പാപിയായിരിക്കുന്ന രാക്ഷസൻ എന്നെ അപഹരിക്കുകയാണ്, ഇത് കാണാൻ ആരുമില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചു എന്നാണ്. ലക്ഷ്മണൻ പറഞ്ഞു, നീ അറിയുന്നില്ലേ ഇത്? നിന്നെ വിളിച്ചു പറയാൻ. വനദേവതമാരോടും കാളികളൊക്കെ പറഞ്ഞു, ദൈവിതാനിജന്യസ്മിൻ വനേ വിവിധ പാദവേ
നമസ്കരോമ്യഹം, അല്ലയോ വൃക്ഷങ്ങളെ, അല്ലയോ വനദേവതമാരെ, ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയാണ്. നിങ്ങൾ ഇതാ ഈ രാവണൻ എന്നെ അപഹരിച്ചു എന്നുള്ള വിവരം ആ രാവണനോട് പറയണമേ എന്ന് ഓരോ ആളായിട്ട് പറയാണ്. ഹംസങ്ങളോട്, സാരസങ്ങളോട്, ഗോദാവരി നദിയോട് ഒക്കെ ദിനദിനമായി ആ സീത പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവളെ തേരിൽ കയറ്റി വെച്ചിട്ട് ആകാശമാർഗത്തിൽ ആ രാവണൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് വലിയൊരു വൃക്ഷത്തിൻ്റെ മേലെ ഇരിക്കുന്ന ജടായുവിനെ സീത കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് 49 അധ്യായം സമാപിച്ചത്. ഇനി 50 അധ്യായം സർഗം മുതൽക്കുകയാണ്. ആ ജടായു രാവണനെ തടുത്തു നിർത്തുന്നു. രാവണനും ജടായു തമ്മിലുള്ള യുദ്ധവും, ജടായുയെ എൻ്റെ ചിറകരിഞ്ഞ് വീഴ്ത്തിയിട്ട് രാവണൻ സീതയും കൊണ്ട് അപഹരിക്കുന്നതാണ്. ആ ഭാഗങ്ങളൊക്കെ സാമാന്യം വിസ്തരിച്ചിട്ട് അടുത്ത പ്രഭാഷണം നമുക്ക് കേൾക്കാം. തൽക്കാലം ഈ സീതാപഹരണത്തോടുകൂടി ഇന്നത്തെ ഭാഗം ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.